നിങ്ങൾ അവസാനമായി എപ്പോഴാണ് നിങ്ങളെത്തന്നെ വേദനിപ്പിച്ചത്? പരാജയപ്പെട്ട ഒരു ശ്രമത്തിന്റെ പേരിൽ, ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ ശിക്ഷിച്ചത് എപ്പോഴാണ്? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭയത്തെക്കുറിച്ചാണ്. നമ്മൾ നമ്മളെത്തന്നെ കുറ്റപ്പെടുത്തുകയും അയോഗ്യരാണെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്ന പ്രവണത. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സമായി മാറുന്നതിനെക്കുറിച്ചും അതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചും നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കും. നിങ്ങൾ അറിയേണ്ട ഒരൊറ്റ സത്യമുണ്ട്: നിങ്ങൾ ഒരു മനുഷ്യനാണ്, നിങ്ങൾ മതിയായവനാണ്, നിങ്ങൾക്കത് സാധിക്കും. പ്രധാന പ്രശ്നം ആന്തരിക വിമർശകനും ഭയവും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരുമ്പോൾ പുറത്തുനിന്നുള്ള ആരും ഒന്നും പറയേണ്ട, അതിനു മുൻപേ നമ്മുടെ ഉള്ളിലെ ഒരു ശബ്ദം ഉയർന്നുവരും. അത് നമ്മളെ കുറ്റപ്പെടുത്തും. നീ ഒന്നിനും കൊള്ളില്ല, ഇതൊക്കെ നിനക്ക് സംഭവിക്കേണ്ടതാണ്, നീ അയോഗ്യനാണ്. നിങ്ങളെ തന്നെ വേദനിപ്പിക്കാനുള്ള ഈ പ്രവണതയാണ് നമ്മൾ അറിയാതെ നമ്മുടെ ഏറ്റവും വലിയ ഭയമായി മാറുന്നത്. ഈ ഭയം നമ്മളിൽ വീണ്ടും ശ്രമിക്കാനുള്ള ധൈര്യമില്ലാതാക്കുന്നു. കാരണം പരാജയപ്പെട്ടാൽ ലോകം എന്തു പറയും എന്നതിനേക്കാൾ നമ്മൾ നമ്മളെ തന്നെ എന്തു ചെയ്യുമെന്ന ഭയമാണ് വലുത്. ഈ ഭയം കാരണം നമ്മൾ സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിക്കൂടുന്നു. നിങ്ങളോടൊരു ചോദ്യം: ഒരു തെറ്റ് ചെയ്തതിന് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുമോ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളോട് മാത്രം ഇത്രയും ക്രൂരമായി പെരുമാറുന്നത്? ഈ സ്വയം ശിക്ഷാ മനോഭാവം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഓർക്കുക, നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്. തെറ്റുകൾ സംഭവിക്കാതെ ഒരു കാര്യത്തിലും വിജയം നേടാൻ സാധിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വിജയകരമായ വ്യക്തികൾ പോലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ തെറ്റുകളെ സ്വയം ശിക്ഷിക്കാൻ ഉപയോഗിച്ചില്ല, മറിച്ച് പഠിക്കാനുള്ള അവസരമായി കണ്ടു. അവർ ഒരുപാട് തവണ പരാജയപ്പെട്ടു. ഓരോ പരാജയവും അവരെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചു. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: തെറ്റുകളെ അംഗീകരിക്കുക, അതിനെ നിങ്ങളുടെ യാത്രയുടെ ഭാഗമായി കാണുക. നിങ്ങളുടെ ലക്ഷ്യം പൂർണ്ണനാവുക, പെർഫെക്റ്റ് ആവുക എന്നതല്ല, ഓരോ ദിവസവും മെച്ചപ്പെടുക, ബെറ്റർ ആവുക എന്നതാണ്. ഒരു തെറ്റിൽ നിന്ന് പഠിക്കുക, മുന്നോട്ട് പോകുക. അതാണ് വിജയികളുടെ രീതി. സ്വയം ശിക്ഷിക്കുന്ന രീതി മാറ്റാനുള്ള ആദ്യത്തെ പടി നമ്മൾ ഒരു പുതിയ ശീലം വളർത്തണം: ആത്മസ്നേഹം, സെൽഫ് കമ്പാഷൻ. നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ കണ്ണടച്ച് ഒന്ന് ആലോചിക്കുക. ഇത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ അവരോട് എന്തു പറയും? നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കില്ലേ? അതുപോലെ സ്നേഹത്തോടെ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഇതിൽ നിന്ന് ഞാൻ എന്തു പഠിച്ചു എന്ന് ചോദിക്കുക. സ്വയം ക്ഷമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആന്തരിക വിമർശകനെ മാറ്റി അവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആന്തരിക സുഹൃത്തിനെ, ഇന്നർ ഫ്രണ്ട്, പ്രതിഷ്ഠിക്കുക. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ ആകണം. മറ്റൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കാൻ തയ്യാറാകണം. നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു പ്രതിരോധ കവചമായി മാറുന്നു. നമ്മൾ നമ്മളെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ പോരായ്മകളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിനെ നമ്മൾ പേടിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ പെർഫെക്റ്റ് അല്ല, പക്ഷേ നിങ്ങൾ ദിവസവും വളരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് അറിയാം, നിങ്ങൾ അത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരു വിമർശനത്തിനും നിങ്ങളെ തകർക്കാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നത് അവിടെ അവസാനിക്കുന്നു. ആത്മസ്നേഹമെന്നാൽ അഹങ്കാരമല്ല, മറിച്ച് നിങ്ങളുടെ മനുഷ്യത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കലാണ്. ഞാൻ മതിയായവനാണ് എന്ന് സ്വയം പറയലാണ്. ശക്തമായ പ്രസ്താവനകൾ, എംപവറിംഗ് അഫർമേഷൻസ്. നിങ്ങളുടെ ഭയം നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ പറയേണ്ട ചില ശക്തമായ പ്രസ്താവനകൾ ഇതാ. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെയും കാഴ്ചപ്പാടിനെയും ഉടൻ മാറ്റാൻ സഹായിക്കും. ഞാൻ മതിയായവനാണ്. ഞാൻ എന്റെ എല്ലാ കുറവുകളോടും കൂടി എന്നെ അംഗീകരിക്കുന്നു. ഞാൻ ശക്തനാണ്. എനിക്കിതിനെ അതിജീവിക്കാൻ കഴിയും. എന്റെ തെറ്റുകൾ എന്റെ യാത്രയുടെ ഭാഗമാണ്. ഞാൻ വീണ്ടും ശ്രമിക്കും. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഈ വാക്കുകൾക്ക് നിങ്ങളുടെ ഊർജ്ജത്തെയും കാഴ്ചപ്പാടിനെയും മാറ്റിമറിക്കാൻ കഴിയും. ദിവസവും കണ്ണാടിയിൽ നോക്കി ഇത് പരിശീലിക്കുക. നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെറും വാക്കുകളായി മാത്രം അവസാനിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: 1. മാറ്റുക. അടുത്ത തവണ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വയം ഒരു ആലിംഗനം നൽകുകയോ തോളിൽ തട്ടുകയോ ചെയ്തിട്ട് പറയുക: സാരമില്ല, ഇന്ന് നീ ഇതിൽ നിന്ന് പഠിച്ചു. 2. പ്രതിരോധം. ഈ ആത്മസ്നേഹമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധം. ഭയം നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ മതിയായവനാണ് എന്ന മന്ത്രം നിങ്ങൾ സ്വയം പറയുക. നിങ്ങൾ ആരാണോ അതിൽ അഭിമാനിക്കുക. നിങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിലും നിങ്ങൾ ദിവസവും വളരുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ആശയം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളെ സ്വയം സ്നേഹിക്കുക. നിങ്ങൾക്കത് സാധിക്കും.